ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചീറ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികളോ കാര്യങ്ങളോ എല്ലാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചിലവരുടെ കേസസിൽ അത് ഭയങ്കരമായിട്ടൊരു ചീറ്റിംഗ് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ടാവാം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും നിങ്ങളുടെ പേഴ്സണ് ഒരു മറ്റൊരു സിറ്റുവേഷനും കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായേക്കാം. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് സൈഡിൽ നിൽക്കുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു സാഹചര്യം ഫേസ് ചെയ്തിട്ടുണ്ടാവണം. ഒരു സൈഡിൽ നിങ്ങളും മറ്റൊരു സൈഡിൽ ഈ പറഞ്ഞതുപോലെ വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളോ. അപ്പോൾ തീർച്ചയായിട്ടും പലർക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ചില വ്യക്തികളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരേപോലെ ഫോക്കസ് കൊടുക്കേണ്ടെന്ന് അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കേണ്ടെന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടിനും വേണ്ട വിധമായിട്ടുള്ളൊരു പരിഗണന കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ്. ഭൂരിഭാഗം വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അത് ഫ്ലോപ്പായി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് കൂടുതലായിട്ടൊരു അറ്റൻഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്താണോ അവർക്ക് അപ്പോൾ ഒരു ഫേവറായിട്ട് തോന്നുന്നത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളൊരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഴിവാക്കി വിട്ടത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു പ്രയോറിറ്റി കുറച്ച് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അവരുടെ ഒരു ഫോക്കസോ അറ്റൻഷനോ ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. എന്താണോ അവർ നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ ഇതിന് ഈക്വലായിട്ട് കണ്ടിരുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ വ്യക്തികൾ അവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ നടന്ന കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ വളരെ സൈലൻ്റ് ആയിട്ട് പിന്നീട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റിയോ ക്ലാരിഫിക്കേഷൻസ് ഒന്നും തരാത്തൊരവസ്ഥയിലേക്ക് പോവുക. അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അതായത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണ് മറ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഈക്വലി അവർ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളും ഒക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാത്തൊരവസ്ഥയോ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞത് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സമയത്ത് കാണിച്ച ഒരു പെരുമാറ്റ രീതി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നപ്പോൾ അവർ കൂടുതലും മറ്റൊരു സാഹചര്യത്തിന് അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യക്തികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ വളർത്തിയെടുത്തുകൊണ്ടുവന്ന മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു സെക്കൻഡ് സൈഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കില്ല, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അത്രയധികം ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കാം അവർ ആ ഒരു ടൈമിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നിങ്ങളോട് അവർ കാണിച്ചത് നീതികേടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസിഡൻസോ കാര്യങ്ങളൊക്കെ നടന്നിട്ട് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവണം. ഇത് റീസെൻ്റ്ലി നടന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല, കുറച്ചധികം നാളുകളായിട്ടുണ്ടാവണം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട്.
അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് മാനസികമായിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കണം, ഞാൻ ഈ കാണിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ ഒരു പേഴ്സണോട് പെരുമാറേണ്ടത് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളതാവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ അതിനകത്തൊരു ഹാങ് മാൻ എനർജിയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യം കഴിഞ്ഞ ശേഷം വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആൾക്ക് ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ വന്നതായിരിക്കാനും മതി. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഇവരുടെ ഒരു മനോഭാവം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവുണ്ട്. കാണിച്ചിട്ടുള്ള ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊന്നും അത്ര ശരിയായിട്ടുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആളെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ടാവാം, എങ്കിൽ പോലും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ വ്യക്തികൾക്കും ഇപ്പോൾ ഒരു സെപ്പറേഷനിലോ നോ കോൺടാക്റ്റിലോ ഒക്കെ തന്നെ തുടർന്ന് പോകുന്ന ആൾക്കാരായിരിക്കാം. എങ്കിലും വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രം ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കോൺടാക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞു വരിക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലൊന്നും മിണ്ടാൻ ശ്രമിച്ചിട്ട് പിന്നീട് വീണ്ടും റെസ്പോണ്ട് ചെയ്യാണ്ട് പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിൽ ജെല്ലാവാനുള്ളൊരു സാധ്യതയില്ല, എങ്കിലും തീർച്ചയായിട്ടും വന്നിട്ട് ഒന്ന് മിണ്ടിയിട്ട് പോകുന്നൊരവസ്ഥ ചിലവർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം. ബാക്കി ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു സെപ്പറേഷനിലോ നോ കോൺടാക്റ്റിലോ ഒക്കെ തന്നെ തുടർന്ന് പോകുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ളൊരാശയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിവിടെ കാണുന്നത് ആൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡാണ്. ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നല്ല രീതിയിൽ ഡിസിഷൻ ആളുടെ മനസ്സിനകത്തുണ്ട്, പക്ഷേ അത് ഫോർവേഡ് ചെയ്യാനായിട്ട് ആൾ നല്ല രീതിയിൽ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലൊരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം കൊണ്ട് നമ്മളവിടെ ഇരുന്നാൽ പോരല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം, ആക്ഷനും കൂടി എടുക്കണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ ആൾക്കൊരു പേടി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭയം കാണുന്നുണ്ട്. അപ്പോൾ ആ ഭയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ്. നിങ്ങൾ ഏതൊക്കെയോ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ കുറച്ച് ഭയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ക്ലാരിഫിക്കേഷൻസ് ആവശ്യപ്പെടുന്നൊരു വ്യക്തിയാണ്. അതായത് നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 100% കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു മറുപടിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരത്തിലോ ഒന്നും നിങ്ങൾ തൃപ്തിപ്പെടണമെന്നില്ല. നിങ്ങളതിന് തീർച്ചയായിട്ടും കട്ട് ആൻഡ് ക്ലിയർ എന്ന് പറയുന്നത് പോലെ ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, സിംഗിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം. പക്ഷേ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ്. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ സിംഗിളുമാണ്, അതുപോലെ തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെ മനസ്സിലാവുന്നു. അതായത് നിങ്ങൾക്കിനി മുൻപിൻ നോക്കാനില്ല, അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവരെ പോലെ അത്രയും ടൈഡപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ഒരു ടൈഡപ്പ് സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് അങ്ങനെ ആരെയും പേടിക്കാനോ ഭയപ്പെടാനായിട്ടോ ഒന്നുമില്ല. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണ്. ആ ഒരു എനർജിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് നിങ്ങൾ അത്രയും ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു തോന്നലെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം, തോന്നലാവണമെന്നില്ല, നിങ്ങൾ പെട്ടെന്ന് ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവണമെന്നില്ല. നിങ്ങളെ പെട്ടെന്ന് കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ സ്നേഹം കാണിക്കുന്നത് മാത്രമായിരിക്കും. വേറെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വളരെ സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുമാത്രമല്ല, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്തൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഒരു വ്യക്തത വേണം. ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചുഴിഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടാതെ വീണ്ടും അത് ഏറ്റവും ക്ലിയർ ആയിട്ട് എനിക്ക് അറിയണം എന്നുള്ളൊരു രീതിയിൽ നിർബന്ധം കാണിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ഒരു മനോഭാവം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആഗ്രഹിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് അവരുടെ മനസ്സിനകത്തുണ്ട് നിങ്ങളുമായിട്ട്. അപ്പോൾ ഈ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർക്കൊരു ഭയമുണ്ട്. അപ്പോൾ ആ ഒരു ഭയം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും ഇവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയണമെന്നില്ല.
അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മറ്റു സിറ്റുവേഷൻ എന്തായിരുന്നു അത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്കൊരു ക്ലാരിറ്റി തരാനുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു ചീറ്റിംഗ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളൊരു ഭയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല, ഈ ഒരു പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തക്ക കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇനി ഇവരെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ധാരാളമായിട്ട് മനസ്സിലാക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് അവരുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ന്യൂ ബിഗിനിങ് എന്ന് തന്നെ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും അതിനകത്തേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ള ഒരു സംഭവം കൂടിയാണ്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും നമ്മൾ പറയുന്നത് പോലെ തലനാരിഴ കീറി പരിശോധിച്ച് അങ്ങനെയുള്ളൊരു രീതിയിലല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓണാക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പല റീസൺസ് കൊണ്ട് വേണമെങ്കിലും ആവാം. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്കിവിടെ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഇവരുടെ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തികളും കാര്യങ്ങളും നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും ഒന്നും ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തക്ക ഇൻസിഡൻസ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായി കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും ഒരു പ്രയോറിറ്റി കൊണ്ട് നടന്ന, അല്ലെങ്കിൽ അവരിറങ്ങിപ്പോയിട്ടുള്ള ആ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അത്രയധികം മടുപ്പ് അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മാനസികമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ പോസിബിൾ ആണ്. ഈ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടുന്ന് മനസ്സിലാവുന്നത്. ഇതിനകത്തുള്ള ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവരുടെ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനോടുള്ള ഒരു ആഗ്രഹം. ആ ഒരു ഫുൾ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാർ കാർഡ്. ഇതെല്ലാം ഒരു റീകൺസിലിയേഷനും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ്. മൈനർ ആർക്കാന നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മേജർ ആർക്കാന എന്ന് പറയുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്ന ലെസൺസ്, അല്ലെങ്കിൽ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വെളിവാകുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഇവർക്കൊരു പേടിയുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല, അല്ലെങ്കിൽ അത്രയും വളരെ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് എന്നുള്ള ചിന്താഗതിയോടൊപ്പം തന്നെ അവർക്ക് ഒരു ഭയം നിങ്ങളോടുണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. ഒരു പക്ഷേ അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്നൊരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തരാതെ, നിങ്ങളുടെ ഒരു വിഷമമോ ഒന്നും കാണാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വിടുമോ, നിങ്ങൾ ഇവരോട് കംപ്ലീറ്റ്ലി ഡിഫെൻസീവായിട്ടായിരിക്കുമോ പെരുമാറുന്നത് എന്നുള്ളൊരു ഭയവും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയും കാര്യങ്ങളുമാണ് ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനുള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഇവരെ ടോട്ടലി അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഇപ്പോഴുള്ള ആ ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. ഒരുപാട് ആശങ്കകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം പ്രതീക്ഷകളും ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് വ്യക്തികൾക്കെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു കോൺടാക്റ്റുമായിട്ട് വന്നിട്ടുണ്ടാവാം, വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളായിട്ട് ഒട്ടും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇവരൊരു ഹായ് അയച്ചു വരികയാണ്, നിങ്ങൾ ചിലപ്പോൾ ഒട്ടും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, നിങ്ങളത് സീനാക്കി വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും നിങ്ങളോട് വന്ന് മിണ്ടാനായിട്ടൊരു ഭയമായിരിക്കും, വീണ്ടും അവരോട് സ്റ്റോപ്പ് ചെയ്തിട്ട് മാറി നിൽക്കും. അതുപോലെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഫസ്റ്റ് ടൈം ആയിരിക്കില്ല നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടായിരിക്കില്ല. പലപ്പോഴും ചിലപ്പോൾ അവർ ശ്രമിച്ചിട്ടുണ്ടാവാം, ശ്രമിച്ച് പരാജയപ്പെട്ടതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുമായിട്ടൊരു ബ്ലോക്ക്ഡ് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റിയിട്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ നോക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് പലപ്പോഴും വന്നിട്ട് അത് നിർത്തിപ്പോയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും നാളും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലാതിരുന്നിട്ട് നിങ്ങളുടെ സ്റ്റേറ്റസോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവാം, ലൈക്ക് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും എല്ലാം ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതായിരിക്കാം. അപ്പോൾ നിങ്ങളോട് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് വേണം, അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. വളരെ സ്ട്രോങ് ആണ് ആ ഒരു പേഴ്സൺ.
അത് അവരുടെ ഒരു സ്ട്രോങ് ഡിസയർ ആണ് എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വിവാഹം പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് തന്നിരുന്ന വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ആ ഒരു മാരേജ് എല്ലാം അവർ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണെന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെൻ്റ് ആണോ ആ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വീണ്ടും തരാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഇവർ നിങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസിഡൻസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അതിനൊന്നും അവൈലബിൾ ആയിട്ടുള്ളൊരു മനസ്സാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവർക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞതുപോലെ അതാണ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കമാണ് അവർക്ക് വേണ്ടത്. എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന പേഴ്സണാണ്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിലാണ് അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്, ഏത് രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് നിങ്ങളിലേക്ക് വരണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നമുക്കിവിടെ കാണാം, ആ ഒരു സ്ട്രെങ്ത് കാർഡ് കാണാം. ആ ഒരു സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തരത്തിൽ പറഞ്ഞൊരു ടൈമിംഗ് ആണ്. അപ്പോൾ ഒരു മെരുക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ്. എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ്, ചാടിക്കടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മെരുക്കുക എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുള്ള മെരുക്കലുണ്ട്, നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു ജീവി ഇണക്കിയെടുക്കുന്നത് വളരെ തല്ലി ചട്ടം പഠിപ്പിച്ചിട്ട് ഇണക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്നേഹം കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് മെരുക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു അപ്രോച്ചിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ചാടിക്കടിച്ച് സംസാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കണമെന്നില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു എനർജിയുമായിട്ടൊരു റെസനേഷൻ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഒരു എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണിത്, അല്ലെങ്കിൽ നിങ്ങളവരെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞൊരു പുതിയ തുടക്കമാണ്, ന്യൂ ബിഗിനിങ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വലിച്ച് ഇതിലേക്ക് ഇടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയുള്ള വ്യക്തികളാണോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങളിൽ മുഴുവൻ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം മുന്നിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണോ എന്നുള്ളതും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു റീഡിംഗ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളത് പറയാം. കാര്യം ഇവിടെ നമുക്ക് ആ ഒരു ചീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പാസ്റ്റിനകത്ത്. നിങ്ങൾക്ക് അത്ര രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രയോറിറ്റി ഒക്കെ തരാത്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളെ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവരിൽ നിന്ന് ഒരു അപ്പോളജിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനെല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വില്ലിങ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.